ദേ അടുത്ത സംഖ്യയുടെ കാണിക്ക മോഷണത്തിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഈ അടുത്ത ദിവസം പാലക്കാട് നെന്മാറ നിന്ന് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച വനിതാ സംഘിണിയുടെ കാണിക്ക മോഷണത്തിന് പിന്നാലെയാണ് നെയ്യാറ്റിൻകരയിലുള്ള ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ നിന്ന് രാത്രിയായപ്പോൾ സംഘി പതുങ്ങി പതുങ്ങി മോഷണത്തിന് വന്നത്. CCTVയുടെ കാര്യം മുതുക്ക് സംഘിക്ക് അത്ര പിടുത്തമില്ലായിരുന്നു. നോക്കണേ, നേരം വെളുത്തിരിക്കുമ്പോൾ ഭക്ത കുചേലൻ, നേരെ ഇരുട്ടിക്കഴിഞ്ഞ് കാണിക്ക അടിച്ചു മാറ്റൽ. ക്ഷേത്രത്തിൽ മോഷണം നടത്തുന്ന കള്ളന്റെ CCTV ദൃശ്യങ്ങളാണിത്. നെയ്യാറ്റിൻകര മുള്ളറവിള കല്ലുപാലം ശ്രീകണ്ഠശാസ്താ ക്ഷേത്രത്തിലാണ് മോഷണം. ക്ഷേത്രത്തിനുള്ളിലെ കാണിക്കവഞ്ചി തകർത്താണ് മോഷണം നടത്തിയത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് വൈകിട്ട് ക്ഷേത്രനട തുറക്കാനെത്തിയപ്പോഴായിരുന്നു മോഷണ വിവരം അറിയുന്നത്. ഇന്ന് പുലർച്ചെ മോഷണം നടന്നതായാണ് കമ്മിറ്റിക്കാർ പറയുന്നത്. നെയ്യാറ്റിൻകര പോലീസിൽ ക്ഷേത്ര ഭാരവാഹികൾ പരാതി നൽകി. കള്ളന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞതോടെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണവും ആരംഭിച്ചു. പാലക്കാട് നെന്മാറയിൽ ഇതുപോലത്തെ ഒരു പെൺ സംഘിണിയാണ് ഭണ്ഡാരത്തിൽ നിന്ന് കുത്തിത്തുറന്ന് പണമെടുത്ത കേസിൽ പിടിയിലായത്. അതിന് പിന്നാലെയാണ് അടുത്തത്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കവടിയാർ കൊട്ടാരത്തിൽ ഹിസ് ഹൈനസ് കള്ളന്മാരും സംഘികളും ചേർന്ന് പത്മനാഭന്റെ സ്വർണവും ഒപ്പം തന്നെ ഈ നാട്ടുകാരുടെ ഒരു കാലഘട്ടത്തിന്റെ അധ്വാനത്തിന്റെ വിഹിതമായിട്ടുള്ള കൊട്ടാരം അവശേഷിപ്പുകൾ അടിച്ചുകൊണ്ട് പോകുന്നതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ വരുന്ന വരുമാനങ്ങൾ അതുവരെ അടിച്ചുകൊണ്ട് പോകേണ്ടതാണ് എന്നിവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവർ വിശ്വാസികളാണോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിപ്പോൾ ഏതെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ സാധാരണ രീതിയിൽ ഇവർ പറയുന്നത് പോലെ വിശ്വാസികളല്ല. അവരെന്താണ് ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കാൻ നടക്കുന്നവരാണ്. അവരെന്തായാലും ഈ പണിക്ക് പോകാറില്ല. ശബരിമലയിലായിക്കോട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാണ് സ്വർണം കെട്ടത്? അവിടെ തന്ത്രി എന്ന് പറയുന്നവൻ ഏത് ജാതിക്കാരനാണ്? സവർണ സംഖ്യയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് ജാതിക്കാരനാണ്? സവർണനാണ്. ഇവർ രണ്ടുപേരും മാത്രമേ സ്വർണം കൈകൊണ്ട് തൊട്ടിട്ടുള്ളൂ. ഇവർ നേരെ കൊണ്ടുപോയത് ബെല്ലാരിയിലെ സ്വർണ്ണ കച്ചവടക്കാരനായിട്ടുള്ള ഭണ്ഡാരിയുടെ ജ്വല്ലറിയിലേക്കാണ്. അവിടെ കൊണ്ടുപോയി ഇത് ഉരുക്കിയത് ആരാണ്? അത് കർണാടകയിലെ അവരുടെ ക്ലൈൻ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നെറ്റ്വർക്ക് പോകുന്നത് ഏത് വഴിയാണ്? സംഘികൾക്ക് അമ്പലങ്ങൾ ഇങ്ങ് വിട്ടുതാ, ഹിന്ദു ക്ഷേത്രങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നത് എന്തിനാണ്? അവിടുത്തെ വരുമാനം നോക്കി വിഴുങ്ങാനാണ്. വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളിലേക്ക് സംഘികൾക്ക് നോട്ടവുമില്ല, ആ വഴിക്ക് തിരിഞ്ഞു നോക്കത്തുമില്ല. എന്നാൽ കുറച്ച് വരുമാനം ഉള്ളിടത്ത് നമുക്ക് സ്വാധീനം ഇല്ലെങ്കിലും രാത്രിയാകുമ്പോൾ അവിടുത്തെ കാണിക്ക അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഇവർ വേഷം കെട്ടി ഇറങ്ങും. പകൽ മാന്യനായ ഭക്തനും, രാത്രിയായി കഴിഞ്ഞാൽ 916 അമ്പലക്കള്ളനും. അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടും കവടിയാർ കൊട്ടാരം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം അടിച്ചുകൊണ്ട് പോയത് ഇതൊന്നും ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ തൊഴിലാളികളായിട്ടോ ഒന്നും ബന്ധമില്ല. ശാഖകൾ കയറി ഇറങ്ങുന്നവർക്ക് കിട്ടുന്ന കോച്ചിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന പ്രവർത്തനമാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്.